തിരുവചനം തിരുവചനം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിനെന്ന് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം നേരുന്നു. കർത്താവിൽ ഇത്രയും സ്നേഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് എഫേസ്യർ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് അജ്ഞത ബാധിക്കുമ്പോഴാണ്. അജ്ഞത എന്നാൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് ഈ കാലത്ത് വിരൽത്തുമ്പിലാണ് നമുക്ക് ഒരു ജീവിതകാലം മുഴുവനും ചെലവഴിച്ചാലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വായിച്ചു തീരാത്ത അല്ലെങ്കിൽ പഠിച്ചു തീരാൻ സാധിക്കാത്ത രീതിയിലുള്ള അറിവുകളുടെ ഒരു വലിയ പ്രളയം തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയെല്ലാം അറിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ അജ്ഞരാണ് എന്നുള്ളതാണ് ഒരു പരമാർത്ഥമായിട്ടൊരു കാര്യം. അജ്ഞത എന്നാൽ എന്താണ്? അറിയുന്നതാണ് വാസ്തവത്തിൽ ശരിയായിട്ടുള്ള അറിവ്. അറിയേണ്ടതറിയാതെയും അറിയണ്ടാത്തവയും അറിയുന്നതും അജ്ഞതയുടെ ഒരു ഭാഗമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ദുരന്തമെന്ന് പറയുന്നത് ഇൻഫോടോക്സിൻസ് എന്ന് പറയും. ആവശ്യമില്ലാത്ത അറിവുകളിലൂടെ കടന്നു വരുന്ന വിഷമാണ് ഇന്നത്തെ ജീവിതത്തെ നശിപ്പിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത അറിവുകൾ, ഇനി അറിവിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു പ്രായത്തിന് ചേരുന്ന അറിവായിരിക്കണം, ജീവിതാന്തസ്സിന് ചേരുന്ന അറിവായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെപ്പറ്റിയുള്ള അറിവാണ് ഒരു വ്യക്തിയുടെ അജ്ഞത മാറ്റുന്ന ഏറ്റവും വലിയ അറിവ്. ഇന്നൊരുപാട് പേർക്ക് പല കാര്യങ്ങളും അറിയാം. വലിയ വിദ്യാഭ്യാസമുള്ളവർ, ബുദ്ധിയുള്ളവർ, കഴിവുള്ളവർ, ഒരുപാട് തരത്തിൽ അറിവുള്ളവർ. പക്ഷേ യഥാർത്ഥത്തിലുള്ള അറിവ്, ദൈവത്തെപ്പറ്റി അറിയേണ്ടതുപോലെ അറിയാനുള്ള കഴിവ് ഇല്ലാതെ വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യം സമാധാനമില്ല എന്നുള്ളതാണ്. ഒരു ദുഷ്ടതയുടെ അവസ്ഥ, അറിയേണ്ടതറിയാതെ പോകുന്നൊരവസ്ഥ. ഈ അറിവില്ലാതെ വരുന്നതാണ്, അറിയേണ്ടതറിയാതെ പോകുന്നതാണ് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലെ ദയനീയമായ ഒരു അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് നമ്മൾ അറിയേണ്ടത്? ദൈവത്തെ പറ്റിയുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ശരിയായിട്ടുള്ള അറിവ് നമ്മളെ സത്യത്തിലേക്ക് നയിക്കും, നമ്മളെ സ്വതന്ത്രരാക്കും. സത്യം നമ്മളെ സ്വതന്ത്രരാക്കും എന്ന് വചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകം നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ, അറിവുള്ളവരാണെങ്കിലും പലപ്പോഴും നമ്മൾ അറിയേണ്ടത് അറിഞ്ഞ് ജീവിക്കേണ്ട പോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കാത്തവരാണ്. അറിയേണ്ടത് അറിയാൻ ദൈവം തമ്പുരാൻ അവസരങ്ങൾ എല്ലാവർക്കും ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ ഒരുക്കും. എന്നാൽ ദൈവം ഒരുക്കുന്ന ആ ഒരു സമയവും സാഹചര്യങ്ങളും ഞാൻ ഉപയോഗിക്കാതെ ഇരിക്കുന്നതും ഞാൻ അജ്ഞതയിൽ തുടരാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ടല്ലേ വചനത്തിൽ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു രാജാവ് വിരുന്നൊരുക്കി, വിരുന്ന് തയ്യാറായപ്പോൾ എല്ലാ ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവർ പല ഒഴിവൊഴികൾ പറഞ്ഞ് അതിൽ സംബന്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ അജ്ഞത തുടരുന്നതിൻ്റെ കാരണം ദൈവം തന്ന പല അവസരങ്ങളും സാഹചര്യങ്ങളും ഞാൻ ഉപയോഗിക്കാതെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിച്ചതാണ്, മറ്റു കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചതാണ്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചതാണ്. അറിയേണ്ടതുപോലെ അറിയാൻ അവസരം ഒരുക്കി തന്നപ്പോൾ നമ്മൾ വിനിയോഗിക്കാതെ ഇരുന്നപ്പോൾ നമുക്ക് പറ്റിയത് ഈ അജ്ഞതയിൽ തുടരാനുള്ള ഒരു ദുരവസ്ഥയാണ്. ഈ ദുരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലോകപ്രകാരം ഒരുപാട് അറിവുണ്ട്. എന്നാൽ സത്യം സ്വതന്ത്രമാക്കുന്ന, നമ്മളെ വിമോചിപ്പിക്കുന്ന, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന അറിവിലേക്ക് വളരാൻ നമുക്ക് സാധിക്കാതെ പോയത്, അതേ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ, ഒരു ആത്മീയ ജീവിതത്തിൽ, ദൈവീക ജീവനൻ്റെ വളർച്ചയിൽ ഒരു വലിയ തടസ്സമാണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ സമരായക്കാരി സ്ത്രീയുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. കർത്താവ് കിണറ്റിൻകരയിലിരിക്കുന്നു. നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വരുന്ന സമരായക്കാരി സ്ത്രീ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അവനൊരു യഹൂദനാണെന്ന്. അതുകൊണ്ടൊന്നും മിണ്ടാതെ വെള്ളം കോരിക്കൊണ്ട് പോകാൻ വന്ന സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, എനിക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന്. അപ്പോൾ ആ സ്ത്രീയുടെ മറുപടി, നീ എന്ന അഭിസംബോധനയോടുകൂടി സംസാരിക്കുന്നു, യേശുവും സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ സംസാരം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവൾക്ക് കുറേ കൂടെ കർത്താവിനെ മനസ്സിലാകുന്നു. നീ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് പ്രഭോ എന്ന മനോഭാവത്തിലേക്ക് അവൾ വളരുന്നു. തുടർന്ന് അങ്ങൊരു പ്രവാചകനാണ് എന്നൊരു മനോഭാവത്തിലേക്ക് വളരുന്നു. തുടർന്ന് തൻ്റെ മുമ്പിലിരിക്കുന്നത് വരാനിരിക്കുന്ന മിശിഹായാണ്, അല്ലെങ്കിൽ വരാനിരുന്ന മിശിഹായാണ് എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ആ നിമിഷം അവൾ പുതിയ ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ നിമിഷം മുതൽ മനുഷ്യരെ ഭയപ്പെട്ടിരുന്നവർ, നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നവൾ, വെള്ളം ഉപേക്ഷിച്ച് വെള്ളത്തിൻ്റെ കാര്യം മറന്ന് മനുഷ്യരുടെ അടുക്കലേക്ക് ധൈര്യപൂർവ്വം ചെന്ന് യേശുവിനെ പ്രഘോഷിച്ച് ഒരു ജനതയെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ കഴിവുള്ളവളായിട്ട് മാറിയത് അവളിലെ അജ്ഞത മാറി. അവൾ സത്യം ഗ്രഹിച്ചു. ആ സത്യം അവളെ സ്വതന്ത്രയാക്കി. അതുകൊണ്ടാണ് കർത്താവിന് ഒരു സാക്ഷിയായിട്ട് അവൾക്ക് തീരാൻ സാധിച്ചത്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ മുൾപ്പടർപ്പിൽ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ് മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തത് ഞാൻ തന്നെ ആകുന്നു എന്നാണ്. യാവേ, ഈ കർത്താവ് തന്നെയാണ് നമ്മുടെ കർത്താവിലൂടെ, ഈശോയിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്,
ഞാൻ തന്നെയെന്ന്, ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അറിവ് എന്താണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിലുള്ള അറിവ് അറിയേണ്ടത് അറിയുമ്പോൾ, അറിയേണ്ടവനെ അറിയുമ്പോൾ ഒരു വ്യക്തി പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകും. ഈ അറിവാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഈ അറിവാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാത്ത, അല്ലെ സ്വതന്ത്രമാകാൻ സഹായിക്കാത്ത അറിവ്, ശരിയായിട്ടുള്ള അറിവിലേക്ക് വളർന്നിട്ടില്ല. അത് അജ്ഞതയുടെ തലത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അറിയേണ്ട പോലെ അറിയേണ്ടത് അറിയുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ പ്രായത്തിനനുസരിച്ച് വേണ്ട അറിവ് നമുക്ക് ലഭിക്കണം. ഈ ഒരു തലം കൂടെ പറയുമ്പോഴാണ് പ്രായത്തിന് ചേരാത്ത അറിവാണ് ഇന്ന് പലരെയും നശിപ്പിക്കുന്നത്, തകർക്കുന്നത്, തലമുറയെ ഇല്ലാതാക്കുന്നത്. പ്രായത്തിന് ചേരാത്ത അറിവ്, ജീവിത അന്തസ്സിന് ചേരാത്ത അറിവ്, ഈ അറിവുകളൊക്കെയാണ് ഇന്ന് പലപ്പോഴും മനുഷ്യരെ തകർക്കുന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. ഏദൻ തോട്ടത്തിൽ നഗ്നതയിലായിരുന്ന ആദിമാതാപിതാക്കന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും അവർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ദൈവം അവരിൽ നിന്ന് മറച്ചു വച്ചിരുന്ന ചില കാര്യങ്ങൾ, ചില അറിവുകൾ അവർക്ക് ലഭിച്ച നിമിഷം മുതലാണ് ജീവിതം അസ്വസ്ഥമാകാൻ തുടങ്ങിയത്, പ്രശ്നമുഖരിതമായിട്ട് തീർന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവരായിട്ട് തീർന്നത്. അതേ, ദൈവം അവരിൽ നിന്ന് മറച്ചു വച്ചിരുന്ന, അവർക്കാവശ്യമില്ലാത്ത അറിവുകൾ സാത്താൻ അവർക്ക് കൊടുത്ത് അവരത് സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയേണ്ടതായിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരുപാട് അറിവുകൾ സമയം പാഴാക്കി കളയുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ അറിയേണ്ടത് അറിയാനുള്ള സമയം നമുക്ക് കുറഞ്ഞു പോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു, ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇടപെടുന്നു, ഒരുപാട് വായിച്ചു കൂട്ടുന്നു. ആത്യന്തികമായിട്ട് എന്നെ പാപത്തിൽ നിന്ന് സ്വതന്ത്രയോ ആക്കുന്നുണ്ടോ, എൻ്റെ ജീവിതാന്തസ്സിന് ചേരുന്ന രീതിയിൽ എന്നെ ദൈവത്തെങ്കിലേക്ക് വളർത്താൻ സഹായിക്കുന്ന അറിവുകളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കുറവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് സാത്താൻ ഇന്ന് ലോകത്തിലെ മനുഷ്യരെ സാത്താൻ നശിപ്പിക്കുന്നത് പലപ്പോഴും ആവശ്യമില്ലാത്ത അറിവുകളുമായിട്ടാണ്. അവരെ ബന്ധപ്പെടുത്തി അതിൽ താല്പര്യപ്പെടുത്തി ആണ് സാത്താൻ ഇന്ന് ലോകത്തിലെ ഒരുപാട് മക്കളെ നശിപ്പിക്കുന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് അറിവിൻ്റെ മേഖലയിൽ ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ഒരു ലാളിത്യമുണ്ടായിരിക്കണം. അറിയേണ്ടത് അറിഞ്ഞാൽ മതി, അറിയേണ്ടത് അറിഞ്ഞാൽ മതി. ഒരു വൈദികൻ അറിയേണ്ടത് അറിഞ്ഞാൽ മതി. ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതാന്തസ്സിന് ചേരുന്ന രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആ മേഖലയിൽ മാത്രം അറിവ് കിട്ടിയാൽ മതി. അതിനേക്കാട്ടിലുപരി എല്ലാവർക്കും വേണ്ട അറിവ് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവാണ്. ഈ അറിവ് ലഭിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ ജീവിക്കാൻ കഴിവുള്ളവരായിട്ട് തീരുന്നതും ദൈവീക ജീവനിലേക്ക് നമുക്ക് വളരാനായിട്ട് കഴിയുന്നതുമെന്ന്
പൗലോസ്ലീഹ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും വിചാരങ്ങളും, നമ്മുടെ അറിവ്, നമ്മൾ ഇതുവരെ നേടിയ അറിവുകൾ, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എത്രമാത്രം എന്നെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നതും ദൈവത്തിങ്കിലേക്ക് എന്നെ എത്രമാത്രം വളരുവാൻ സഹായിക്കുന്നതുമാണ് എന്നൊരു ചോദ്യം, എന്നൊരു വിശകലനം, എന്നൊരു പരിചിന്തനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ട അറിവ് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും പറ്റിയുള്ള അറിവാണ്. എങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ ജീവിക്കേണ്ട പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് വളരെ പരിമിതമാണ്. അത് നമുക്കറിയാം. വെറും താൽക്കാലികമായൊരു ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ആയുസ് ഈ ദൈവിക കാര്യങ്ങൾ അറിഞ്ഞ്, ഈ ദൈവിക കാര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഈ ജീവിതം പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ വിളിക്കപ്പെട്ടതാണ് എന്നുള്ള സത്യം ഒരിക്കൽ കൂടെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ നമ്മൾ ഈ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയുള്ളവരായിട്ട് തീർന്നിരുന്നു. ദൈവം നമുക്ക് കരുണാപൂർവ്വം തന്ന പല അവസരങ്ങളും അറിയേണ്ടവനെ അറിയാൻ, അറിയേണ്ടതിനെ അറിയാൻ, ഞാൻ അറിയേണ്ട കാര്യങ്ങൾ അറിയുവാൻ എനിക്ക് തന്ന അവസരങ്ങൾ, എനിക്കായിട്ട് ക്രമീകരിച്ച് തന്നിരിക്കുന്ന സ്ഥലങ്ങൾ, എനിക്കായിട്ട് തന്നിരിക്കുന്ന ചില പ്രത്യേക ക്രമീകരണങ്ങൾ, അതിനെ നിസ്സാരമായിട്ട് കണ്ട് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം പാഴാക്കിയപ്പോൾ വാസ്തവത്തിൽ എൻ്റെ നിത്യജീവനാണ് അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത്. എൻ്റെ നിത്യജീവൻ്റെ തളർച്ചയാണ്, അല്ലെങ്കിൽ അത് നിർവീര്യമാകുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയാം. നമുക്കുള്ളതേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. സമൃദ്ധമായി നമുക്ക് നൽകാൻ വന്ന കർത്താവിന് അത് സമൃദ്ധിയോടുകൂടി കൊടുക്കുവാൻ ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ സമൃദ്ധമായിട്ട് നൽകുവാനാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദൈവീകമായിട്ടുള്ള അറിവ് എത്രമാത്രം സമൃദ്ധമായിട്ട് നമുക്കുണ്ടോ അത്രയ്ക്ക് മറ്റുള്ളവർ കൊടുക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ അറിവിലേക്ക് മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ അറിവിലൂടെ അവരെ ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. റോമർക്കെഴുതിയ ലേഖനത്തിലെ 12-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുതേ എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവോന്മുഖമായിട്ട് ജീവിക്കാൻ ആവശ്യമായ അറിവ്, വെളിപ്പെടുത്തൽ നമുക്കില്ലാതെ പോകുന്നത് ഒരു ദുരന്തമാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.